ഇന്ന് 2023 ജൂലൈ 9 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന പത്രവാർത്തകൾ പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ വാർത്തകളിൽ കാത്തിരിപ്പിന് അവസാനം. +2 സർട്ടിഫിക്കറ്റ് വിതരണം നാളെ മുതൽ. ഫലം പ്രഖ്യാപിച്ചതും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതും ഏറെ വൈകി. ദിവസങ്ങളോളം വൈകിയ ഹയർ സെക്കൻഡറി പരീക്ഷാ സർട്ടിഫിക്കറ്റ് ഒടുവിൽ നാളെ വിദ്യാർത്ഥികളുടെ കൈകളിലെത്തുന്നു. ഓരോ ജില്ലയിലെയും കേന്ദ്രീകൃത വിതരണ കേന്ദ്രത്തിൽ നിന്നും പ്രിൻസിപ്പൽമാർ കൈപ്പറ്റി അതാത് സ്കൂളുകളിൽ എത്തിച്ച സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ നേരിട്ട് വാങ്ങാം. +2 സർട്ടിഫിക്കറ്റ് വൈകുന്നതായി വാർത്ത വന്നതോടെ ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. നാളെ രാവിലെ മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം അതാത് സ്കൂളുകളിൽ നിന്നും ആരംഭിക്കും. ഇനി ദീപികയിലും മനോരമയിലും ഒക്കെ വന്ന മറ്റൊരു വാർത്ത. BSc നേഴ്സിംഗ് അപേക്ഷകരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. സർക്കാർ സ്വാശ്രയ നേഴ്സിംഗ് കോളേജുകളിൽ ഈ അക്കാദമിക് വർഷം BSc നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ചവരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർ lbscenter.kerala.gov.in എന്ന ലിങ്ക് വഴി പരിശോധിച്ച് ആവശ്യപ്പെട്ട രേഖകൾ ഈ മാസം 12 വൈകിട്ട് 5 മണിക്ക് മുൻപ് അപ്ലോഡ് ചെയ്യണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 04712560 മറ്റൊരു വാർത്ത. കോഴിക്കോട് NITയിൽ പാഠ്യപദ്ധതിക്ക് പരിഷ്കരണം. വ്യവസായ മേഖലയുടെ മാറുന്ന ആവശ്യങ്ങൾ മനസ്സിലാക്കി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ NITയിൽ പാഠ്യപദ്ധതിക്ക് പുതിയ പരിഷ്കരണം നടപ്പിലാക്കുന്നു. 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് എല്ലാ പഠനശാഖകളും ഉൾക്കൊള്ളുന്ന പൊതുവായ 1ാം വർഷ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് പകരം തിരഞ്ഞെടുത്ത വിഷയങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും പുതിയ പദ്ധതി. നിർമ്മിത ബുദ്ധി, ഇലക്ട്രിക് വെഹിക്കിൾ എഞ്ചിനീയറിംഗ് എന്നീ 2 പുതിയ MTech കോഴ്സുകൾ കൂടി ഈ വർഷം ആരംഭിക്കും. മറ്റൊരു വാർത്ത. 200 കുട്ടികൾക്ക് സ്കോളർഷിപ്പ്. സംസ്ഥാനത്തെ അതിദരിദ്രരായ 200 കുട്ടികൾക്ക് സംസ്ഥാന ശിശുക്ഷേമ സമിതി സ്കോളർഷിപ്പ് നൽകുന്നു. SSLC പരീക്ഷ കഴിഞ്ഞ് ഉപരിപഠനത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അർഹതയുണ്ടാവുക. ജില്ലാ ശിശുക്ഷേമ സമിതിയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതെന്ന് സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി പറഞ്ഞു. ഇനി മറ്റൊരു പ്രധാന വാർത്ത. കേരളത്തിൽ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഡിപ്ലോമ കോഴ്സ്. ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇനി മുതൽ DLED. കേരളത്തിലെ 101 സർക്കാർ 101 സ്വാശ്രയ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടത്തുന്ന 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് ഇപ്പോൾ അപേക്ഷിക്കാം. ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ കോഴ്സിൻ്റെ പേരാണ് ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുള്ളത്. 50% മാർക്കോടെ ഹയർ സെക്കൻഡറി പരീക്ഷ ജയിച്ചവർക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാം. പ്രായപരിധി 2023 ജൂലൈ 1 17 വയസ്സിനും 33 വയസ്സിനും ഇടയിൽ. education.kerala.gov.in ഈ സൈറ്റ് വഴി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 20. മറ്റൊരു പ്രധാന വാർത്ത കാണുന്നു. നെക്സ്റ്റ് മോക്ക് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. MBBS അവസാന വർഷക്കാർക്കുള്ള ലൈസൻസ് പരീക്ഷ നെക്സ്റ്റിൻ്റെ ജൂലൈ 28 നടക്കുന്ന മോക്ക് ടെസ്റ്റിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവില്ല. ഫീസ് ഒഴിവാക്കണമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷനോട് ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് ആണ് പരീക്ഷ നടത്തുക. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി നാളെ. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.